ഗായ്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കുന്ന ബ്ലോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ റൂമും നമ്മുടെ താത്താൻ്റെ റൂമാണ് വൃത്തിയാക്കാൻ പോകുന്നത്. താത്താൻ്റെ റൂമെന്ന് പറയാൻ പറ്റില്ല, ഇമ്മിപ്പം കിടക്കുന്ന റൂമാണ്. താത്ത വന്നുകൊണ്ട് ഇപ്പോൾ താത്ത അവിടെ കിടക്കൽ. ഇവിടെ റൂമൊക്കെ ഓലൊക്കെ വന്നുകൊണ്ട് അലങ്കോലായി കിടക്കുകയാണ്. ഞാൻ തന്നെ കൊളാക്കിയത്. പക്ഷേ നമ്മൾ നേരാക്കാൻ പോവാണ്. കാറൊക്കെ നിലത്ത് മറിച്ചൊക്കെ ഇട്ടിക്കണു. താത്താൻ്റെ വീട്ടിൻ്റെ പരിപാടിയാണ്. ഇതാണ് താത്താൻ്റെ റൂം. പക്ഷെ നമ്മുടെ സൈഡൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിട്ടൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ താത്ത ഉണ്ടാക്കിയ പൂവാണ്. രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിതൊക്കെ വലിച്ചിടാൻ പോവാണ്. ഇനി വിരിച്ചാൻ പോവാണ് നമ്മൾ. അവിടുത്തെ പണി കണ്ടില്ല എപ്പോഴും. നമ്മൾ ഇത് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് വിരിക്കാൻ പോവാണ്. നമ്മൾ താത്തൻ്റെ റൂമത്തെ സാധനങ്ങളൊക്കെ വലിച്ചിടണേ. അല്ലെങ്കിൽ കഴിഞ്ഞ് നമ്മൾ വിരിക്കണം പോകണം. അവിടെ ബാഗാണ്, മുസല്ലൊക്കെ ഉണ്ട്. നമ്മൾ മുസല്ല എടുത്തിരിക്കണേ. നമ്മൾ വലിച്ചിടണ പോപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് വിരിക്കണം, കൊട്ടി വിരിക്കണം. നമ്മളത് ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കുളിക്കാൻ പോവുകയാണ്. നല്ല വിയർത്തുണ്ട്. പുറത്ത് മഴയാണെങ്കിലും ഉള്ളിൽ നല്ല ചൂടാണ്. നമ്മൾ വിരിച്ച് കഴിഞ്ഞാണ് നമ്മളിനി കുളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചോറിനെന്താ കൂട്ടാൻ വെച്ചപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് പറഞ്ഞു. ആദ്യം ഓയിൽ ഒഴിക്കുക. അതിലേക്ക് സവാള ഇട്ടെടുക്കുക, അരിഞ്ഞത്. എന്നിട്ട് സവാള വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടെടുത്താണ് നല്ല ഇളക്കുക. ഇതൊന്ന് മൂടി വെക്കുക. എന്നിട്ടൊന്ന് ഇനിയും മിക്സ് ചെയ്യാം. ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ വൈകും മുളകും പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് മല്ലിപ്പൊടിയും. അതുകൊണ്ട് നല്ല ഇളക്കി കൊടുക്കുക. അതിലേക്ക് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടീന് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുക. രണ്ട് മുട്ട വെച്ചു. മൂന്നാമത്തെ മുട്ട ഒട്ടിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ടോട്ടല് 4 മുട്ട എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകൾക്ക് ഇനി അത് കുറച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് അതിൻ്റെ മുകൾക്ക് കുരുമുളകും പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കുക. എന്നിട്ട് പുതിനയും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കുക. പിന്നെ തുറക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. നമ്മളിതൊന്ന് കഴിച്ച് നോക്കാൻ പോവുകയാണ്. നമ്മൾ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ചോറുക്ക് നല്ല മുട്ട കൂട്ടാനും നല്ല വായ്ക്കൊപ്പേരും കൂടിയും കൂട്ടിയിട്ട് ഒരു പിടിയാണ് പിടിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന പോയിട്ട് പിന്നെ നമ്മൾ തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയണേ. അപ്പോൾ നമ്മൾ തിന്ന് നോക്കി കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.